ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനഫ് ഫാഷൻ ടേക്ക്. എന്തെൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലവർ മേക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അതായത് 2 റിബൺ വെച്ചിട്ട് ഒരു 2 കളർ കോമ്പിനേഷനിലാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും പരാതിയാണ് ഞാൻ അളവ് പറയുന്നില്ല എന്നുള്ള കാര്യം. ഇന്ന് അളവ് പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലെ മടക്കി വെച്ചിട്ട് 4 സെൻറ്റിമീറ്ററാണ്, അതായത് ടോട്ടൽ 8 സെൻറ്റിമീറ്റർ എടുക്കുക. 2ആയിട്ട് മടക്കി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കളർ കോമ്പിനേഷൻ എടുക്കുക കേട്ടോ. ഇപ്പോൾ വൈറ്റ് റെഡോ വൈറ്റും ബ്ലാക്കോ അങ്ങനെ ഇഷ്ടമുള്ള കളറിൽ എടുക്കുക 2 റിബൺ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് ഈ ഒരു കളർ റിബണാണ്. ഇത് സാറ്റിൻ്റെ റിബണാണ് കേട്ടോ, 1 ഇഞ്ച് സാറ്റിൻ റിബണാണ്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് 10 സെൻറ്റിമീറ്ററാണ് കേട്ടോ. ഞാനിവിടെ അളവ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കണം. ഓക്കെ, കറക്റ്റ് ഒന്ന് ഇതിൻ്റെ സെൻറ്റർ മടക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു മാർക്ക് വീഴുമല്ലോ, അത് മതി. എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഇതുപോലെ വെക്കുക. 2 സെൻറ്ററും കൂടി ഒന്നിച്ചിട്ട് വെച്ചിട്ട് ഇതേ കണക്കൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് കോൺ പോലെ ഫോൾഡ് ചെയ്യുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ഭാഗം പുറത്തോട്ട് നിൽക്കുന്ന ഇല്ലേ, അതങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ ആ ഒരു 2 റിബണും സെയിം ആയിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒത്തിരി കിളികളുടെ ഒച്ചയും കരച്ചിലും ഒക്കെ കേൾക്കാൻ പറ്റും. ക്ഷമിക്കണം കേട്ടോ, വേറെ വഴിയില്ല. ഞാൻ കുറേയൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് പോലെ ഇട്ടെടുക്കണം കേട്ടോ. ഇങ്ങനെ ചുരുക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെറ്റലാണ് കേട്ടോ. അപ്പോൾ ഇത് കണക്ക് കുറേ പെറ്റൽസ് മേക്ക് ചെയ്തെടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫ്ലവർ മേക്ക് ചെയ്ത് കൊടുക്കുന്നത്. രസമല്ലേ? നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പെറ്റലാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പണികളൂടെ ബാക്കിയുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അടുത്ത പരിപാടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഇതേ കണക്ക് സെൻറ്ററിൽ നിന്ന് അകത്തേക്ക് മടക്കി കൊടുക്കാം. പെട്ടെന്ന് പറ്റും കേട്ടോ ഇതിങ്ങനെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു സംഭവം കിട്ടും. നമുക്ക് മൊട്ടും അതിൻ്റെ ഇടയിലൊരു ലീഫും ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ മൊട്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് അരികൊന്ന് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ ഈ ഒരു സംഭവം റെഡി. എങ്ങനെയുണ്ട്? രസമല്ലേ? അപ്പോൾ നിങ്ങളത് ഗ്രീനും റെഡും ആയിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് റോസ് ഫ്ലവറിൻ്റെ ആ ഒരു മുട്ട് പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 എണ്ണം മേക്ക് ചെയ്ത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒരു ഫ്ലവറാക്കി എടുക്കണം. നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ പെറ്റൽസായിട്ട് നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുക്കുക, അതിൻ്റെ അകത്തേക്ക് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സേഫാണ്. അതായത് ഇളകി പോകുമോ എന്നുള്ള പേടി വേണ്ട. പിന്നെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. ഇതേപോലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ, നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 6 പെറ്റൽസും കോർത്തെടുത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ അക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹെയർ ബോയ് ആയാലും അലിഗേറ്റർ ക്ലിപ്പായാലും ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതുപോലെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ബിസിനസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ. ഈ ഒരു ഇനിയിപ്പോൾ വരാൻ പോകുന്ന വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു കൗതുകം ഉണ്ടാവും. ഒരു സ്കൂൾ തുറന്ന് പോകുമ്പോൾ അവർ മേക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അതാണ് അവർ വെച്ചിട്ടൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടുകാരുടെ അടുത്ത് പറയാനും ഒക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുഞ്ഞുങ്ങളെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഈ ഒരു സംഭവമൊക്കെ മേക്ക് ചെയ്യാൻ നോക്കണം കേട്ടോ.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഫ്ലവർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മിനുക്ക് വേണികളുടെ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ഹെയർ ബോയിലോട്ടോ ഹെയർ ബണ്ടിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ കുറച്ച് പരിപാടീസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് പിപ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഗോൾഡൻ കളർ പിപ്സാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണക്കത്തെ പിപ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പോളൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, രണ്ടും ഒന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇതിനെ പിപ്സ് എന്നാ പറയാം. നമുക്ക് കുറേ ഇങ്ങനെ ഒന്നിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവം കിട്ടുമല്ലോ, ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഹെവി ആയിട്ടൊരു സംഭവം കിട്ടുമല്ലോ പോളൻ എന്ന് പറഞ്ഞിട്ട്. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഫ്ലവേഴ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അടിഭാഗത്ത് ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഏതാണ് ഇതിന് ചേരുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതൊക്കെ കളേഴ്സ് തമ്മിൽ മാച്ച് ചെയ്താൽ ഭംഗിയുണ്ടാവും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 2 കളറിലുള്ള ഡ്രസ്സൊക്കെയാണ്. കുറേ പേര് എനിക്ക് യൂണിഫോമിൻ്റെ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ വർക്ക് അല്ലെ കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാമല്ലേ. കുഞ്ഞുങ്ങളുടെ യൂണിഫോം ചിലപ്പോൾ 2 കളേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്കൊരു കുട്ടി ഫ്ലവറൊക്കെ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് എനിക്ക് അതിന് മാച്ച് ചെയ്ത് പോകുന്നൊരു വർക്കായിട്ട് തോന്നി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നെ കണക്ക് മണ്ടത്തരം കാണിക്കരുത്. ഞാൻ എല്ലാ പെറ്റൽസിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ട് പിപ്സ് വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ കുറച്ച് വെച്ചിട്ട് ഞാൻ എന്തോ ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധ മാറിയപ്പോൾ 1-2 സ്ഥലത്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും അഴിച്ച് പണികൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി സെൻറ്ററിലായിട്ട് നമുക്കൊരു ഷോ ബട്ടൺ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബീഡ്സും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഒട്ടിച്ച് പറക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലാഭമാണ് കേട്ടോ. ഈ ഒരു ഇത് പോലെ വാങ്ങിക്കാണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി പൈസ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെയുണ്ട്? രസമല്ലേ? നല്ല ഭംഗിയില്ലേ? ഒരു സ്റ്റാറിൻ്റെയൊക്കെ മാതിരി ഉണ്ടല്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് ബോയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഹെയർ ബോയാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്യാം, ഹെയർ ബണ്ടിലും ഒക്കെ ചെയ്യാം. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പോ ഹെയർ ബണ്ടോ ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു കുഞ്ഞ് പീസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്തും കൂടി നമുക്കൊരു ഷീറ്റ് ഒട്ടിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? രസമുണ്ടോ ഇല്ലയെന്നൊക്കെ ഉറപ്പായിട്ടും പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.